ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടപ്രഥമൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ലേറ്റായി പോയി ഇടാനായിട്ട്, എന്നാലും ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്ത് ഇടിയപ്പം ഇട്ടേക്കാവുന്നു. അപ്പോൾ നല്ല യമ്മി ആയിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടുന്നത് നല്ല അടിപൊളി അടപ്രഥമൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഏറ്റവും ആദ്യം ഞാനാണെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ബ്രാൻഡിൻ്റെ അട ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. 200 ഗ്രാം ഞാൻ അടയുടെ പാക്കറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷമേ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിക്കൊന്നും ഒട്ടാതെ കയറി അടിക്കൊന്നും പിടിക്കാതെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 200 ഗ്രാം അടയല്ലേ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയിൽ നമുക്ക് വേണം ശർക്കര എടുക്കാനായിട്ട്. 400 ഗ്രാം ശർക്കര ഞാൻ എടുത്തേക്കുന്നത്. അതൊരു അര കപ്പ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്ന വരെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ അട നമുക്കാണെങ്കിൽ അരിയുടെ അല്ലെങ്കിൽ മൈദയുടെ ഏതാ നമുക്ക് കിട്ടുന്നത് വെച്ചാൽ അതെടുക്കാം. അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ മൈദയുടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് പാകത്തിനായി വന്നിട്ടുണ്ട്. നമ്മുടെ ശർക്കരയും മെൽറ്റായി വന്നു. അട നമുക്കാണെങ്കിൽ ഒരു അരിപ്പയിൽ കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് പൈപ്പിൽ നിന്ന് വെള്ളത്തിൽ നമുക്ക് നന്നായി കഴുകി വെക്കണം കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ ഒട്ടാതിരിക്കാതെ നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കൊരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ നമ്മളാണെങ്കിൽ എടുക്കുവാണെങ്കിൽ ചെറിയ തേങ്ങ ആണെങ്കിൽ 1.5 തേങ്ങ എടുക്കണം. വലുതാണെങ്കിൽ 1 തേങ്ങയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ 250 ml കപ്പിന് നമുക്ക് ആദ്യത്തെ പാൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ആദ്യത്തെ പാൽ നമുക്ക് പിഴിഞ്ഞെടുക്കണം. അതിന് ശേഷം അതൊന്നും കൂടെ മിക്സിയിലിട്ടിട്ട് 250 ml കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം ഒന്നും കൂടെ രണ്ടാം പാൽ നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട്. ഇങ്ങനെ വേണേ എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്കാണെങ്കിൽ ഫസ്റ്റ് പാൽ നമ്മളാണെങ്കിൽ എടുത്ത് വെച്ചേക്കുന്നത് അത് ആദ്യം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. സെക്കൻഡ് പാലേ ആദ്യം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ അതേ വർത്തനം പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ നമ്മളുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഒന്ന് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണേ. അപ്പോൾ ഇത് നമുക്കതിനകത്ത് മാറ്റി കൊടുക്കാം. നമുക്ക് ഈ കടായിലേക്ക് തന്നെ നമ്മുടെ അട നമുക്കതിനകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ശർക്കര നമ്മൾ മെൽറ്റാക്കി വെച്ചേക്കുന്നത് അതും കൂടെ അതിനകത്തോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ശർക്കര മെൽറ്റാക്കുന്ന സമയത്ത് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഞാൻ പറഞ്ഞോ ഇല്ലെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് മെൽറ്റാക്കി എടുക്കാനായിട്ട്. ഈ നന്നായിട്ടൊന്ന് ഒന്ന് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കതിനകത്താണെങ്കിൽ ഒരു അര കപ്പ് പഞ്ചസാര അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അര കപ്പ് പഞ്ചസാര എന്ന് പറഞ്ഞാൽ 100 ഗ്രാം പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഈ നന്നായിട്ടൊരു ഷുഗർ കാരമലൈസ് ആയി വരുമ്പോൾ നല്ലൊരു ഗോൾഡൻ ലുക്ക് വരാനും പിന്നെ ശർക്കരയുടെ ഒരു കുത്ത് ടേസ്റ്റ് ഇല്ലേ അതൊന്ന് മാറിക്കിട്ടാൻ നമ്മളിതാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് നന്നായിട്ടാണ് ഇതുപോലെ കുറുകി വരുമ്പോൾ നമ്മൾ രണ്ടാം പാൽ എടുത്ത് വെച്ചേക്കുന്നില്ല അത് നമുക്ക് അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് കുറുകി വറ്റി വരുന്നവരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. ഇത് കണ്ട നന്നായിട്ട് നല്ല അടിപൊളി ഗോൾഡൻ കളർ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വരാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് രണ്ടാം പാൽ നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് കുറുകി വറ്റി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. രണ്ടാം പാൽ ഒഴിച്ച് കുറുകി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഒന്നാം പാൽ ഒഴിച്ച് കഴിയുമ്പോൾ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പിരിഞ്ഞ് പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ചൂടായി വന്നാൽ മാത്രം മതി. അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒന്നാം പാൽ നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമുക്കതിനകത്ത് ഏലക്കയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കാം. അതും കൂടെ നമുക്ക് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഗ്യാസിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിനകത്ത് ഏലക്കപ്പൊടി നമുക്കതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചാണെങ്കിൽ നമുക്ക് അതിനകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്ത് വെച്ച് അതും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കാണെങ്കിൽ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഗാർണിഷിങ്ങിന് വേണ്ടിയായിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. പിന്നെ നാളെ എന്തൊക്കെയാണ് വീഡിയോസ് കാണാൻ ഉള്ളതെന്ന് വെച്ചാൽ അതുപോലെ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.